ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ വീഡിയോക്ക് സൗണ്ട് കൊടുത്തത് നമ്മുടെ കുഞ്ഞു വാവ ചീരുട്ടിയാണ്. ചീരുട്ടിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വീഡിയോസിലൊക്കെ സൗണ്ട് കൊടുക്കണമെന്നുള്ളത്. ഞാൻ എപ്പോൾ ഫോൺ എടുത്താലും ആദ്യം ഓടി വന്ന് ഹലോ ഗായ്സ് എന്നാണ് ചീരു പറയാറുള്ളത്. ഇന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോകുന്നൊരു വീഡിയോ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എനിക്ക് എൻ്റെ വീട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോകാൻ ഇഷ്ടമുള്ളത് എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ വീട്ടിൽ ഇഷ്ടമാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് മിസ് ചെയ്യുന്ന ഒരുപക്ഷെ സ്നേഹം കൊണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ അമ്മയും ചേച്ചിയൊക്കെ എനിക്ക് ഭയങ്കര നമ്മുടെ അത്ര ഇൻറ്റിമസി ഉള്ളത് അവരൊക്കെയാണല്ലോ. അതുകൊണ്ട് അവരുടെ അമ്മ വീട്, അതായത് എൻ്റെ സ്വന്തം വീട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോകാൻ ഇഷ്ടമുള്ള എൻ്റെ വീട്ടിലാണ്. പോകാൻ വേണ്ടി റെഡി ആയപ്പോൾ ഞാനൊരു ലിപ്സ്റ്റിക്ക് എടുത്തത്, അതായത് നമ്മുടെ മാഴ്സിൻ്റെ ഒരു ഗേൾസ് പവർ 10 എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത്. കാര്യം എൻ്റെ ചുണ്ട് അത്രയും ഡാർക്ക് ആയതുകൊണ്ട് ആ ലിപ്സ്റ്റിക്കാണ് ഞാൻ ഒരുപാട് യൂസ് ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് എടുത്തപ്പോഴത്തേക്കും ചീരുട്ടിക്ക് ലിപ്സ്റ്റിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ചീരുട്ടിക്ക് കൂടി ഒരു ഷെയ്ഡ് ഇട്ട് കൊടുക്കുകയാണ്. അത് മാഴ്സിൻ്റെ അത് വേറെ ഒരു ലിപ്സ്റ്റിക്കാണ് മോൻ ഇട്ട് കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ട് ചുമ്മാ ഒരു ഡെമോ പോലെ കാണിച്ചിട്ട് അവൻ്റെ നെറ്റിയിൽ കൂടി കുറിയായിട്ടും കൂടി ഞാൻ ആ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തൊരു ചെറിയൊരു കുറിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനും ചേട്ടനും കൂടി റെഡിയാവുന്നതാണ്. ചീരുട്ടി ആദ്യം റെഡിയാക്കി നിർത്തിയാലും ഡ്രസ്സൊക്കെ പെട്ടെന്ന് അഴുക്കൊക്കെ, അതുകൊണ്ട് റൂമിനകത്തുനിന്ന് വെളിയിൽ വിടാതെ തന്നെ അവനെ അവിടെ നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങളും പെട്ടെന്ന് റെഡിയാവുകയാണ്. മഴയ്ക്ക് മുമ്പ് തന്നെ ഇറങ്ങണം, മഴയത്ത് മുമ്പ് അങ്ങ് എത്തണം എന്നുള്ള ആവേശത്തിലാണ് ഞങ്ങളും. സത്യം പറഞ്ഞാൽ ഞാനും ചീരുട്ടിയും റെഡിയായി ഇറങ്ങണേക്കാൾ 4 ഇരട്ടി സമയം വേണം ചേട്ടനെ റെഡിയായിട്ട് ഇറങ്ങാൻ. സാധാരണ പെൺകുട്ടികൾക്കാണ് ഡ്രസ്സ് ചെയ്ത് ഒരുങ്ങി വരാനായിട്ട് ടൈം എടുക്കുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ്, ചേട്ടനാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കാറുള്ളത്. ഇത്ര പറഞ്ഞാലും കേൾക്കുന്നില്ല, വാച്ച് കെട്ടും, പൗഡർ ഇടും, അങ്ങനെ കുറേ നേരം അങ്ങ് ലാഗിയത് അവിടെ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ച് നിൽക്കും. അവസാനം ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോഴത്തേക്കായിരിക്കും പെട്ടെന്ന് റെഡിയായി ഇറങ്ങണത്. അവിടെ പോകുമ്പോൾ യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യാമെന്നൊക്കെ ഞാൻ ചീരുട്ടിയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചീരുട്ടി പെട്ടെന്ന് മൈക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ വേഗം അലമാര തുറന്ന് മൈക്ക് എടുത്ത് ചീരുട്ടിക്ക് കൊടുത്തു. പെട്ടെന്ന് തന്നെ ചീരുട്ടി തറയിൽ സ്ലിപ്പ് ചെയ്ത് വീഴുമായിരുന്നു. പക്ഷെ ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. പിന്നെ ആ മൈക്കും കൊണ്ട് ചീരുട്ടി അവിടെ മൊത്തം കറങ്ങി കിടന്നിട്ട് അമ്മ ഇന്നാ പിടിച്ചോളൂ, നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, നേരത്തെ ചീപ്പെടുത്ത് തല ചീകിയിട്ട് വീണ്ടും അലമാര തുറന്ന് ചീപ്പെടുത്ത് തല ചീകിയിട്ട് ഡയലോഗ് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ മഴയ്ക്ക് മുന്നേറ്റ് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. റോഡിലോട്ട് ഇറങ്ങുമ്പോഴേ തന്നെ ചീരുവിൻ്റെ നഴ്സറിയാണ് കാണുന്നത്. ചീരുവിന് എവിടെ പോയില്ലെങ്കിലും നഴ്സറി പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവിടെ നഴ്സറിയുടെ അമ്മ എന്നെ നഴ്സറിയിലേക്ക് പോകുവാണെന്ന് വണ്ടിയിൽ ചോദിച്ചിട്ട് നമ്മളോടത്ത് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് ഇങ്ങനെ പോയത്. ഞാൻ 2 വീലർ 4 വീലർ എനിക്ക് KSRTC ബസ് കാണുമ്പോൾ ഒരു ഭയങ്കരമാണ്. ഞാൻ പെട്ടെന്ന് സൈഡിലോട്ടങ്ങ് വന്നിരുന്നു. ചേട്ടൻ കൈയ്യോണ്ട് എനിക്ക് വലിയ കഴിയുന്നില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഒരുപാട് ദൂരെ യാത്രയൊക്കെ പോകുമ്പോഴത്തേക്കും ചേട്ടനെയാണ് വിളിക്കുന്നത്. കാരണം ചേട്ടൻ്റെ കൂടെ പോകുമ്പോഴത്തേക്കും ഒന്ന് സേഫായിട്ട് പോകാം, ബാക്കിലിരിക്കുമ്പോഴത്തേക്കും നടുനിവർത്തി ഇരിക്കുക, അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ചേട്ടൻ്റെ കൂടെയാണ് പോകാറുള്ളത്. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള പെട്രോൾ പമ്പിലാണ് വന്നത്. പെട്രോൾ പമ്പിൽ വന്നപ്പോഴത്തേക്കും ചീരുവിന് ഈ പെട്രോൾ പമ്പ് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ചീരുവിന് ഇഷ്ടമുള്ള ഒരു ചേച്ചി ഈ പമ്പിലുണ്ട്. ആ ചേച്ചിയെ കാണുമ്പോഴത്തേക്കും ആൻറ്റി എന്ന് വിളിച്ചിട്ട് അവന് ഭയങ്കര സ്നേഹമാണ്. ആ ചേച്ചിക്കും ഭയങ്കര സ്നേഹമാണ് അതിനടുത്ത്. എൻ്റെ മോനൊരു വേടൻ്റെ ഭയങ്കര ഫാനായതുകൊണ്ട് എവിടെ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ചേച്ചിയുടെ അടുത്ത് ഇവൻ പറയുക, അതെവിടെയാണ്? വേടനുണ്ടോ? ആര് പറഞ്ഞു പെരുമുഴി വേടനെന്തെന്ന്? അങ്ങനെ ചേച്ചിയുടെ അടുത്ത് 2 വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ നമ്മുടെ സ്കൂളിൻ്റെ മതിൽ വളരെ മനോഹരമായിട്ട് ചേട്ടന്മാരൊരു ചിത്രം വരയ്ക്കുന്നുണ്ട്. സ്കൂൾ ഓപ്പണിംഗ് ഒക്കെ ആകാറായതുകൊണ്ടായിരിക്കും ഇത്ര മനോഹരമായിട്ട്. എങ്ങനെയാണ് ചിത്രം വരയ്ക്കുന്നത് ഞാനും വിചാരിച്ചു. പക്ഷെ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചുവരുകളിൽ ചിത്രങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ എന്ത് മനോഹരമായിട്ടാണ് സ്കൂളുകളൊക്കെ കാണുന്നത്. ഇതൊക്കെ കണ്ടിട്ടായിരിക്കണം കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ഇത്ര ആഗ്രഹമെന്ന് ഞാൻ വിചാരിക്കും. കാര്യം എൻ്റെ ചീരുവിന് നഴ്സറിയിൽ പോകുന്നത് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഈ സ്കൂളിലാക്കുമ്പോൾ എന്താകുമോ എന്തോ. സാധാരണ നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ പോകുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും മേടിച്ചുകൊണ്ടൊക്കെ പോകാറുണ്ട്. ഞങ്ങൾ സ്ഥിരം ബജി മേടിക്കുന്ന കടയാണ്. ആ കട ഇന്നിപ്പോൾ ക്ലോസ് ചെയ്തിട്ടേക്കാണ്. അങ്ങനെ ഞങ്ങൾ വേറെ ഏതെങ്കിലും കട തപ്പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് റോഡിൻ്റെ സൈഡുകളെല്ലാം കുഴിച്ച് മാന്തി വാരി ഇട്ടേക്കാണ്. എനിക്കാണെങ്കിൽ ഈ റോഡ് ഇങ്ങനെ കുഴിച്ചിട്ടതിന് ശേഷം വണ്ടി ഓട്ടിക്കാനേ പേടിയാണ്. കാര്യം റോഡ് ഇങ്ങനെ ഒതുങ്ങിപ്പോയതാണ് എനിക്ക് തോന്നാറുണ്ട്. കേസ് നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ഇപ്പോൾ ചേട്ടനെ വിളിച്ചുകൊണ്ടാണ് പോകുന്നത്. ചേട്ടൻ പറയുന്നത് നല്ലൊരു കാര്യത്തിൻ്റെ റോഡ് ശരിയാകുമ്പോഴത്തേക്കും ഇതിൽ മനോഹരമായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമെന്ന് പറയും. അത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ആശ്വാസമാണ്. കിട്ടി ഗൈസ്. അങ്ങനെ ബജി മേടിക്കാൻ വേണ്ടി തപ്പി അവസാനം ഒരു കടയുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി. അവിടെ നല്ല ടേസ്റ്റുള്ള ബജി ഉണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. സാധാരണ ചേട്ടൻ റോഡിലോട്ടൊക്കെ പോകുമ്പോൾ ചായ കുടിക്കാറുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ആ കടയിലെ ബജി ഇത്ര ടേസ്റ്റുള്ളതാണെന്ന് ചേട്ടന് മനസ്സിലായത്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ബജി മേടിക്കാൻ വേണ്ടി അപ്പുറത്തെ കടയിലേക്ക് പോവുകയാണ്. എന്നോട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ്. വേറെ ഒന്നുമല്ല, അതിൻ്റെ തൊട്ടടുത്തുള്ള കടയിൽ
വളരെ മനോഹരമായ ചെരുപ്പുകൾ ഇരിക്കുന്നു. എനിക്ക് എവിടെ പോയാലും ചെരുപ്പ് കണ്ടാൽ വല്ലാത്തൊരു ആത്മസംതൃപ്തിയാണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുമായിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ചായക്കടയിൽ പോയിട്ട് അവിടെ തന്നെ കയ്യും കാലുമൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, ചേട്ടൻ്റെ ഫോണിൽ ഓഫർ തീർന്നു. അതുകൊണ്ട് ഹോട്ട്സ്പോട്ട് ഓണാക്കിയാൽ മാത്രമേ ചേട്ടന് ഗൂഗിൾ പേ വഴി ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഗൂഗിൾ പേ വഴി ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോട്ട്സ്പോട്ട് ഓണാക്കി കൊടുത്തു. പഴംപൊരി മേടിച്ചുകൊണ്ട് അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് വന്നു. ചിരുന് എവിടെ പോകുന്നെങ്കിലും ചേച്ചിയുടെ 2 ചേച്ചിമാരുണ്ട് അവിടെ, കുഞ്ചിയും തുമ്പി. ഇവർ രണ്ടുപേരെയും കാണുന്നതിന് അത്ര സന്തോഷം വേറെ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ പകുതി പാട് തീരും. കാര്യം ഫുഡ് കഴിക്കുമ്പോഴായാലും കളിക്കുമ്പോഴായാലും ഞങ്ങളുടെ ഒരു ആവശ്യമില്ല. ഇവിടെ വീട്ടിലാണെങ്കിൽ കളിക്കാനും ഫുഡ് കഴിക്കാനും എല്ലാം ഞങ്ങൾ എപ്പോഴും അവൻ്റെ കൂടെ കാണണം. ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ അമ്മയെ അച്ഛാന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിലിരിക്കുന്ന ട്രൈപോഡും എൻ്റെ മൈക്കും ഒക്കെ കാണുമ്പോഴത്തേക്കും അവിടെ ചെല്ലുമ്പോൾ ചേച്ചിയും ചേട്ടനും കൂടി എന്ത് പറയുന്നുള്ള ടെൻഷൻ എനിക്കുണ്ടായി. കാര്യം ഞാൻ ഇതുവരെയും വീഡിയോ എടുക്കാനായിട്ട് അവരുടെ വീട്ടിലേക്ക് പോയിട്ടില്ല. അവർക്ക് വീഡിയോയുടെ ഫ്രണ്ടിലോട്ട് വരാനൊക്കെ ഭയങ്കര ഷൈയാണ്. പക്ഷേ കുട്ടികളുള്ളതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം അവർക്ക് വീഡിയോസ് എടുക്കാനും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ഞാൻ എപ്പോൾ അവിടെ ചെന്നാലും എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറയും, കുഞ്ഞേന്ന് അവരെന്നെ വിളിക്കാറുള്ളത്. കുഞ്ഞേ നമുക്ക് വീഡിയോ ചെയ്യാം, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു. നീ ഇപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നിൻ്റെ അടുത്ത് യൂട്യൂബിൽ നിന്ന് എത്ര റവന്യൂ കിട്ടിയെന്നായിരിക്കും ആദ്യം ചോദിക്കണത്. നീ അത് ചോദിക്കുമ്പോൾ എന്ത് മറുപടി കൊടുക്കുമെന്നൊക്കെ എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ റവന്യൂ കിട്ടുന്നതിനേക്കാൾ ഉപരി യൂട്യൂബിൽ നിന്ന് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും വരുന്നതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും പാർലറുണ്ടോ എന്നിങ്ങനെ തപ്പി പോകുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്ന് സൺഡേ അല്ലാഞ്ഞിട്ട് പോലും പാർലറുകളെല്ലാം അവധിയായിരുന്നു. മഴ ആയതുകൊണ്ടാണോ എന്ന് അറിയാൻ പറ്റത്തില്ല, പാർലറെല്ലാം അവധിയായിരുന്നു. ഞാൻ ക്യാമറ കാണിച്ചപ്പോഴത്തേക്ക് ചീരു ക്യാമറയിൽ പോസ് ചെയ്യുന്നതിന് പകരം ഓരോ ഗോഷ്ടികൾ കാണിക്കുന്നുണ്ടായിരുന്നു. അമ്മ വീഡിയോ എടുക്കുകയാണെന്ന് കളിയാക്കുന്ന രീതിയിലായിരുന്നു. നാക്ക് നീട്ടുകയും കണ്ണുരുട്ടി പേടിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ അവ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളത് എൻജോയ് ചെയ്യാറാണ് പതിവ്. പക്ഷേ ബൈക്കിലിട്ട് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് എനിക്ക് പേടിയാണ്. കാര്യം അവൻ കൈക്ക് കൺട്രോൾ ഇല്ലാത്തൊരവസ്ഥയിലിട്ട് പോകുന്നുണ്ടായിരുന്നു. ഹാൻഡിൽ അവൻ പിടിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും നമുക്കത് പേടിയായിരുന്നു. പെട്ടെന്ന് ഇവിടെ ഒരു പാർലർ കണ്ടു. ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഒന്ന് നിർത്തിക്ക്, നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെയും തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഇനി പോകാം ചേട്ടായി. ഇടയ്ക്ക് ഞാൻ ചേട്ടന് ബോറടിക്കണ്ടെന്ന് കരുതിയിട്ട് ഒരു പാരഡിയൊക്കെ പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ചേട്ടന് പാരഡി പാടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴാണ് ഓർത്തത്, അയ്യോ കുട്ടികൾക്ക് പഴംപൊരി മാത്രമല്ലേ മേടിച്ചുള്ളൂ. അവർക്ക് ചെല്ലുമ്പോൾ ആദ്യം ചോദിക്കുന്നത് മുട്ടായി എവിടെ, ലേസ് എവിടെ, സിപ്പപ്പ എവിടെ, ഐസ്ക്രീം എവിടെ എന്നൊക്കെ ആയിരിക്കും. അങ്ങനെ ഞങ്ങൾക്ക് കടയിലേക്ക് പോയി. ഞാൻ പോകുന്നതാണ് കേസ് നിങ്ങൾ കണ്ടത്. ഞാൻ കടയിലേക്ക് പോയിട്ട് 3 ചോക്കോബാർ മേടിച്ചു, 3 പേർക്കും കൂടി കഴിക്കാനായിട്ട്. ബൈക്കിൽ ഇരുന്നിട്ട് തന്നെ ചീര് വരുന്നുണ്ടായിരുന്നു, അമ്മേ എനിക്ക് ഇതിൽ നിന്നൊരു ചോക്കോബാർ തരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നമുക്ക് വീട്ടിൽ പോയിട്ട് ചേച്ചിമാരോട് കൂടെ ഇരുന്ന് ചോക്കോബാറൊക്കെ കഴിക്കാം, സമാധാനമായിട്ട് ഇരിക്കുമെന്നൊക്കെ അവനോട് പറയാനുണ്ടായിരുന്നു. എന്നാലും അവൻ ഇടയ്ക്കിടയ്ക്ക് കവലോട്ടൊന്ന് കുത്തി നോക്കണുണ്ടായിരുന്നു. ചോക്കോബാർ കിട്ടുമോ എന്നുള്ള സംശയത്തിലായിരുന്നു അവനും. സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിലും വിരുന്നുകാർ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമായിരുന്നല്ലോ. അപ്പോൾ വിരുന്നുകാർ വന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പെട്ടെന്ന് വീട്ടിൽ നിന്നിട്ട് അകത്ത് അടുക്കളയിൽ പോയി നോക്കും അവരെന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന്. കാര്യം അത്രയും അടുത്തുള്ള ആൾക്കാർ വരുമ്പോൾ മാത്രമേ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാറുള്ളൂ. പക്ഷേ കൊണ്ടുവരുമ്പോഴത്തേക്കും നല്ല ഹെവി ആയിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. അങ്ങനെ ഞങ്ങൾ വീടെത്താറായി കൈസ്. ഇവിടെ പന്നി ശല്യം ഉള്ളത് കൊണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും പന്നികളുണ്ടായിരുന്നു. ഈ ഭാഗ്യത്തിന് എങ്ങനെയും രക്ഷപ്പെട്ടതാണ്. അങ്ങനെ ഞങ്ങൾ ഗാറ്റിൻ്റെ അവിടെ എത്തിയിട്ട് ഹോൺ അടിക്കുന്നുണ്ടായിരുന്നു ഗാറ്റ് തുറക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു നേരമായിട്ട്. ഞാൻ തുറക്കട്ടെ. ഗാറ്റ് തുറക്കാനായിട്ട് ഒരാളിങ്ങനെ ഓടി വരണുണ്ട്. എനിക്കിവിടെ വന്നാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം ഇവിടുത്തെ ഈ തണുത്ത കാറ്റാണ്. കാര്യം ഇവിടെ ഇഷ്ടംമാതിരി കമുകൾ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. കമുകൾ മാത്രമല്ല ഇഷ്ടംമാതിരി ചെടികളും ഉണ്ട്. പക്ഷേ ഈ കമുക് നിൽക്കുന്നുണ്ട്, നല്ല കാറ്റ്, നല്ല തണുപ്പ് ഇവിടെ കിട്ടാറുണ്ട്. ഇപ്പം മഴ സീസൺ ആയതുകൊണ്ട് അതിനേക്കാളും നല്ല തണുപ്പാണ് ഇപ്പോൾ കിട്ടുന്നത്. ചൂട് സമയത്താണെങ്കിലും ഇവിടെ നല്ല തണുപ്പാണ്. ഇപ്പം മഴ സമയം ആയതുകൊണ്ടും നല്ല തണുപ്പ് തന്നെയാണ്. പിന്നെ ഇഷ്ടംമാതിരി ചെടികളുണ്ട്, പിച്ചി, റോസ, പോരാത്തതിന് കുറേ കോഴിക്കുഞ്ഞുങ്ങളും ലവ് ബേർഡ്സും ഒക്കെ ഉണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു ദിവസം ഇവിടെ ഹോം ടൂർ കാണിച്ചു തരാം, അപ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ തൽക്കാലം ഇതൊരു കുഞ്ഞ് വീഡിയോ ആയിട്ടേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ഹോം ടൂറായിട്ട് എടുക്കാനുള്ള ടൈം കിട്ടുന്നില്ല. അപ്പോഴത്തേക്കും ഗേറ്റ് തുറക്കാനായിട്ട് വന്നത് മൂത്താളായിരുന്നു. ചീരനും മൂത്താളിനെ കണ്ടപ്പോൾ തന്നെ ചാടി ഇറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഗേറ്റ് തുറന്നിട്ട് അകത്ത് കയറിയാൽ മതിയെന്ന് പറഞ്ഞതുകൊണ്ട് ആ ചീരും അടങ്ങി ബാക്കി തന്നെ ഇരിക്കുകയായിരുന്നു.
അതിപ്പോൾ ട്രൈപോഡിൻ്റെ കയ്യിൽ നിന്ന് ട്രൈപോഡ് കണ്ടപ്പോൾ തന്നെ മൂത്താൾ ഓടി അകത്ത് കയറിയിട്ട് അമ്മയുടെ അടുത്ത് ചെന്ന് പറയണുണ്ടായിരുന്നു യൂട്യൂബ് വീഡിയോ എടുക്കുകയാണെന്ന് തോന്നുന്നു അമ്മയെ എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞ പാടെ മൂന്നുപേരും കൂടി ഓടി വിളിക്കുന്നതായിരുന്നു. അതിൽ ഇളയാൾ ഇതാ ഓടി ചിരുവിനെന്തോ ഗിഫ്റ്റും കൊണ്ട് അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ചിരുവിന് ഭയങ്കര സന്തോഷമായി ഗിഫ്റ്റ് കൊടുത്തപ്പോഴത്തേക്കും. എന്തോ അവൾ ഡ്രോ ചെയ്ത എന്തോ പിക്ചറാണ് കൊടുത്തത്. അവൾ ഡ്രോ ചെയ്തതാണോ കളർ ചെയ്തതാണോ എന്നൊന്നും അറിയാൻ മേലായിരുന്നു. പക്ഷെ ഞാൻ യൂട്യൂബിലൊരു ഹായ് കാണിക്കാൻ പറഞ്ഞപ്പോൾ ആശാത്തി ഒരു ഹായും കാണിച്ചിട്ട് അവളും ഓടി വിളിക്കുമായിരുന്നു. ഞാൻ അവരുടെയും കൂടെ മുഖം കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നില്ല, പറ്റിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണിങ്ങനെ വെറുതെ പിടിച്ചേക്കുകയാണെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവരുടെ മുഖം ഇതിനകത്ത് തെളിയുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ചിരുവിനെ കണ്ടതും രണ്ടാൾക്കും ഭയങ്കര സന്തോഷമായിട്ട് രണ്ടുപേരും കൂടിയിട്ട് അകത്തോട്ട് വന്ന് വിളിച്ചിട്ട് അകത്തേക്ക് പോവുകയാണ്. അപ്പോഴത്തേക്കും ചേച്ചി അവിടെ നിന്ന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തതുകൊണ്ട് ചിരിച്ച് മരിക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞ് ചിരുവിനോടുള്ള സ്നേഹപ്രകടനത്തിൽ ചിരുവിനെ എടുക്കുകയോ ഉമ്മയ്ക്കുകയൊക്കെ ചെയ്യുകയാണ്. വീണ്ടും ചിരുവിന് ഗിഫ്റ്റുകൾ മാറി കൂട്ടുമായിരുന്നു രണ്ടുപേരും കൂടിയിട്ട്. എന്തൊക്കെയോ ചിത്രങ്ങളായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ചിരുവിന് അതിലൊന്നും മൈൻഡിലായിരുന്നു. ചിരുവിനെങ്കിലും അവിടെ ഇറങ്ങി അടുത്ത് കളിപ്പാട്ടൊക്കെ എടുത്ത് അവിടെ മല മറിക്കാനുള്ള ഉദ്ദേശത്തിലായിരുന്നു. ചിരുവിന് ഇവിടെ വരാൻ ഇഷ്ടമാണെങ്കിലും അച്ഛനും അമ്മയും വിട്ടിട്ടൊരു കളി അവനില്ല. ഞങ്ങൾ അകത്തോട്ട് കയറി വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചിരു നോക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ മനസ്സ് മുഴുവൻ പുറത്തോട്ടായിരുന്നു. കാര്യം ഞങ്ങളില്ലാതെ ഒരു സ്ഥലത്ത് പോയാലും നിൽക്കാറില്ല. വീണ്ടും എന്തോ ചിത്രം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇളയാൾ വന്നിട്ട് കുഞ്ഞ് ഡോറ് തുറക്കുമെന്ന് പറഞ്ഞു. ഡോറ് തുറന്ന് അതിനകത്തുനിന്ന് ഒരു പേപ്പറിൽ എന്തോ വരച്ചതായിരുന്നു. സംഭവം സൂപ്പറായിരുന്നു. ചീരു അവർ മൂന്നുപേരും കൂടി, തുമ്പി ചീരു കുഞ്ചി മൂന്നുപേരും കൂടി ഫോട്ടോ വരച്ച് വെച്ചിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ആ ഫോട്ടോ കണ്ടിട്ട് ചിരി അടക്കാൻ പറ്റുന്നില്ലായിരുന്നു. നഴ്സറി പഠിക്കുന്ന മോളല്ലേ, അവൾ ഇത്രയെങ്കിലും വരച്ചല്ലോ എന്നാണ് ചേട്ടൻ എന്നോട് പറഞ്ഞത്. പക്ഷേ ആ ചിത്രം കണ്ടപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഞാനൊന്ന് നഴ്സറി പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ചിത്രം വരയ്ക്കാറുണ്ടായിരുന്നില്ല. എനിക്ക് എപ്പോഴും വിഷമമായിരുന്നു. എനിക്കൊരു കഴിവില്ലല്ലോ, പാട്ട് പാടാൻ അറിയത്തില്ല, ഡാൻസ് കളിക്കാൻ അറിയത്തില്ല, നേരെ ഒരു ചിത്രം പോലും വരയ്ക്കാൻ അറിയത്തില്ല. ഇന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മൂത്തയാൾ ഓടിപ്പോയി ചീരുവിന് ഇടാനുള്ള ഡ്രസ്സൊക്കെ തപ്പിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ചീരുവിൻ്റെ പ്രത്യേകത ഉണ്ട്, ചീരുവിൻ്റെ ഡ്രസ്സല്ല അത് വേറെ ആരും ഡ്രസ്സ് വിടത്തില്ല. ഏത് ഡ്രസ്സ് എടുത്താലും ആദ്യം നോക്കുന്നത് ഇത് എൻ്റെ പാൻറ്റാണോ ഇത് എൻ്റെ ഷർട്ടാണോ എന്നാണ്. പോരാത്തതിന് വീട്ടിനകത്ത് കയറിയാൽ അവൻ ഷൂ ഊരുന്നൊരു പരിപാടിയേ ഇല്ല. വീഡിയോ എടുക്കട്ടെ, ഡാൻസ് കളിക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും തുമ്പിക്കുട്ടി വളരെ ഹാപ്പിയായി. പക്ഷേ തുമ്പിക്കുട്ടിക്ക് ഡാൻസ് കളിക്കാൻ അറിയാമെങ്കിലും വീഡിയോയുടെ ഫ്രണ്ടിൽ ഡാൻസ് കളിക്കാൻ ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ തുമ്പിക്കുട്ടി ചീരുവിനെയും കൂടി കളിക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം വന്ന് കയറിയപ്പോൾ തന്നെ അവർക്ക് പുറത്ത് പോയി കളിക്കാനായിരുന്നു ആവേശം. പക്ഷേ മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പുറത്തോട്ട് വിടാനും എനിക്കത്ര താല്പര്യം ഇല്ലായിരുന്നു. അങ്ങനെ തുമ്പിക്കുട്ടിയും ഞാനും കൂടി സ്നേഹപ്രകടനങ്ങൾ നടത്തുകയാണ്. കാര്യം തുമ്പിക്കുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് എനിക്ക് ആദ്യം ഉമ്മ തരുന്നത് തുമ്പിക്കുട്ടിയാണ്. മൂത്ത ആൾക്ക് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയോ ഉമ്മയ്ക്കൊക്കെ ഒന്നും ഇല്ലെങ്കിലും സ്നേഹമാണ് എല്ലാവരുടെ അടുത്തും. അങ്ങനെ ഒരു വരച്ച ചിത്രമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. മഴ പരിഗണിക്കാതെ തന്നെ മൂന്നുപേരുടെ കളിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയിട്ട് കുറേ കളിപ്പാട്ടങ്ങളൊക്കെ വാരിക്കൊണ്ടിട്ടിട്ട് പടക്കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എന്നാലും ചീരൂട്ടി ഡ്രസ്സൊന്നും ഊരിയിട്ടില്ല. കാരണം ചീരൂട്ടിക്ക് ഇട്ടുകൊണ്ടുവന്ന ഡ്രസ്സ് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ വേറെ ആരും ഡ്രസ്സ് ഇടാൻ സമ്മതിക്കാത്തൊരു കുട്ടി ആയതുകൊണ്ട് സ്വന്തം ഡ്രസ്സിൽ തന്നെ അവിടെ നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ചീരൂട്ടി പാൻറ്റ് വലിച്ച് കയറ്റുന്നുണ്ട്. ചീരൂട്ടിയുടെ പാൻറ്റിൻ്റെ ബെൽറ്റ് ഊരിപ്പോയി. അതുകൊണ്ട് പാൻറ്റ് വലിച്ച് കയറ്റിക്കൊണ്ട് ചീരൂട്ടി അകത്തോട്ട് ഓടുകയാണ്. എന്തോ കളിപ്പാട്ട് എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോഴത്തേക്കും ഞാൻ ചീരൂട്ടിയോട് പറഞ്ഞൊരു പാട്ട് പാടുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ആ പാട്ട് പാടാനുള്ള റിഹേഴ്സലാണോ എന്തോ അകത്തോട്ട് കയറി ഓടിപ്പോയി. അടുത്ത ആളോടെ ചെരുപ്പൊക്കെ ഇട്ട് സെറ്റ് ആവുകയാണ്. കാര്യം യൂട്യൂബ് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു ആവേശം കൂടിയുണ്ട്. അകത്തോട്ട് പോയ ആളിതാ തിരിച്ചു വന്നിട്ടുണ്ട്. ഇത് വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. അവർ രണ്ടുപേരും കൂടി കോഴിയെ കാണാൻ വേണ്ടി പോയി. ഇവിടെ ഒരു 100 കോഴിയുണ്ട്. ഈ കോഴിയുടെ അടുത്ത് പോയിട്ട് ആ കോഴിക്കൂട് തുറന്ന് എന്തോ പരിപാടി ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരും കൂടി പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കും കോഴിക്കൂടിനടുത്ത് ചേച്ചി ഉണ്ടായിരുന്നുകൊണ്ട് രണ്ടുപേരെയും കൂടി ചേച്ചി പറഞ്ഞ് ഓട്ടിച്ചു. അങ്ങനെ രണ്ടുപേരും കൂടി സിറ്റൗട്ടിൽ പോയി കളിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ വീട്ടിൽ കോഴിക്ക് തീറ്റ കൊടുക്കുന്ന ഒരു പാത്രത്തിൽ വെച്ചിട്ട് കോഴി എന്നാൽ തിന്നുമെന്ന് പറയുന്ന ശീലമാണ് എനിക്കുള്ളത്. പക്ഷേ ഇവിടെ ഭയങ്കര ടെക്നിക്കൽ പരമായിട്ടാണ് കോഴിക്ക് തീറ്റയൊക്കെ കൊടുക്കുന്നത്. അവരെന്തോ ഒരു പാത്രത്തിനെ കീറിയിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് തീറ്റ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കോഴിയെല്ലാം അതിനടുത്ത് കഴിച്ചോളൂ എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്ന പഴംപൊരിയും വാഴയ്ക്കപ്പൊക്കെ എടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടാതെ ബാക്കി എല്ലാവർക്കും കൂടി കൊടുത്തിട്ട് ഞങ്ങളിരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് ചേട്ടന് ചിരി സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഞങ്ങളിവിടെ ആക്കിയിട്ട് ചേട്ടൻ ഇന്ന് തന്നെ തിരിച്ചു പോകുന്നുണ്ടെന്ന് പറഞ്ഞു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടന് വർക്കുണ്ട്, ഓഫീസിൽ പോകണം. അപ്പോൾ പിന്നെ ഞങ്ങളിവിടെ നിർത്തിയിട്ട് പോകാനേ വഴിയുള്ളൂ. ഞങ്ങൾ നാളെ തിരിച്ചു പോകുന്നുള്ളൂ എന്ന് പറഞ്ഞത്. കുട്ടികൾക്കൊക്കെ 2 ദിവസം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് കളിക്കാൻ വേണ്ടിയിട്ടാണ് ചീതിനെ കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അവരൊന്ന് എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളും അവരുടെ ഒപ്പത്തിന് നിന്നു. അച്ഛൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ സങ്കടത്തിൽ ചീരൂട്ടി തുമ്പിയും കൂടി കൊച്ചച്ഛനും അച്ഛനും, അതായത് ചീരുവിൻ്റെ അച്ഛൻ തുമ്പൂട്ടിയുടെ കൊച്ചച്ഛൻ ടേറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തോട്ട് ഇറങ്ങി ഓടിയെന്നാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. പുതിയൊരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. ടിയേ